നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറാൻ സഹായിക്കും, മുഖം ഒന്ന് ടൈറ്റ് ചെയ്യാൻ സഹായിക്കും, മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കണം. നല്ലൊരു പാക്കുമായിട്ടാണ് ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. എൻ്റെ മുഖത്തെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ മാറാൻ സഹായിച്ചിട്ടുണ്ട് ഞാനിതിൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ. എൻ്റെ മുഖത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആ ഒരു പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടോ, എന്താ പറയുക, മുഖക്കുരു വന്ന പാടുകൾ. നിങ്ങളിതിന് മുമ്പ് 1 മാസം മുമ്പൊക്കെ എൻ്റെ മുഖം കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മുഖക്കുരുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് കണ്ടോ. ഇപ്പം മുഖക്കുരു ഒന്നുമില്ല, ഇത്രയും ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് മുഖത്തിന്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട തൈര് തന്നെ വേണം. കട്ട തൈര് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തെ ടാനൊക്കെ മാറാൻ സഹായിക്കും, പെട്ടെന്ന് മുഖത്തിനൊരു ഗ്ലോ കിട്ടും. അതുമാതിരി തന്നെ നമുക്ക് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഒരു ഇൻഗ്രീഡിയൻസ് പറയുന്നത് നമ്മുടെ റാഗി പൗഡറാണ്. റാഗി പൗഡർ 1 സ്പൂണാണ് ചേർക്കുന്നത്. റാഗി പൗഡർ ഉണ്ടെച്ചാൽ നിങ്ങൾ തീർച്ചയായും റാഗി പൗഡറിനെ ചേർക്കണം. നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ വരെ ഇത് സഹായിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രമല്ല, ഇത് നമുക്ക് സ്കിന്നിലേക്കാണെച്ചാലും നമ്മൾ കഴിക്കുന്നതാണെച്ചാലും ഏറ്റവും ഗുണം ചെയ്യണതാണ്. ഇത് ഞാൻ കുറുക്കി കഴിക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ പയറുവർഗ്ഗങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് പൊടിച്ചിട്ടാണ് ചെയ്യാറ്. ഇത് അപ്പോൾ പൊടിക്കുന്ന സമയത്ത് മാറ്റി വെച്ച കുറച്ച് റാഗി പൗഡർ 1 സ്പൂണ് ഇതുപോലെ നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കുറുക്കാനും ഉപയോഗിക്കാം, ഫേസിലേക്ക് ഉപയോഗിക്കാനും ഉപയോഗിക്കാം. അപ്പോൾ 1 സ്പൂൺ നിറച്ച് ഞാൻ റാഗി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാൻ കൂടി ഇത് നല്ലപോലെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ കോഫി പൗഡറാണ്. കോഫി പൗഡർ നിങ്ങളൊരു 1/2 സ്പൂൺ ചേർക്കേണ്ടതാണ്. എൻ്റെ ഇപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളൂ, മൊത്തം കഴിഞ്ഞു ഞാനത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ 1/2 സ്പൂണാണ് കോഫി പൗഡർ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യം ഹണിയാണ്. ഹണി നമുക്ക് ഒരു 1/2 സ്പൂണോളം ചേർക്കാം. ഇത് നല്ലോണം കട്ട പിടിച്ചിരിക്കുകയാണ് ഹണി. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നില്ല പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അഥവാ ഇനിയിപ്പോൾ തൈര് പറ്റാത്തവർക്കാണെന്ന് വെച്ചാൽ പാലാണെച്ചാലും ഉപയോഗിക്കാം. അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നമുക്ക് ഒരു റിസൾട്ട് തരണ നല്ലൊരു പാക്കാണ് കേട്ടോ. റാഗി പൗഡർ ഉണ്ടെന്ന് വെച്ചാൽ റാഗി പൗഡറിനെ എടുക്കുക. റാഗി പൗഡർ ഇല്ലച്ചാൽ ഇതിലേക്ക് പിന്നെ നല്ലത് പറഞ്ഞാൽ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ജ്യൂസോ കാര്യങ്ങളോ വേണ്ട. നമ്മുടെ ഹണി തൈരുമായിട്ട് തന്നെ ഇത് നല്ലപോലെ മിക്സ് ആയിക്കോളും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ മുഖത്ത് ഫേസിന് അത്രയും റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. നമുക്കിതിലേക്ക് കോഫി പൊടി പോരാ, സത്യം പറഞ്ഞാൽ കോഫി പൊടി വേണം നല്ലപോലെ. നമ്മൾ റാഗി പൊടി 1 സ്പൂൺ എടുക്കേണ്ട വെച്ചാൽ നമ്മൾ കോഫി പൊടി അതേ സ്പൂണിന് 1/2 സ്പൂൺ എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുക. പെട്ടെന്ന് ഫസ്റ്റ് യൂസിൽ എൻ്റെ മുഖം നല്ലപോലെ വെളുക്കും. ഫസ്റ്റ് യൂസിൽ മുഖം വെളുക്കും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇത് അത്രയ്ക്ക് അതിശയിപ്പിക്കുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിൽ 2 വട്ടം 3 വട്ടം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ മുഖത്ത് പാടുകളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെയിലി ഉപയോഗിക്കാം. മിക്സ് ചെയ്ത് 2 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുക, ഒരു കുഴപ്പമില്ല. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ അന്ന് ഞാൻ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയൊരു സംഗതിയായിരുന്നു ഇത്. നമ്മുടെ പിഗ്മെൻറ്റേഷനും മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉള്ളിടത്ത് അവിടെ മാത്രമായിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാലും അവിടെ നല്ല ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു 10 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ മുഖം നല്ലപോലെ, എത്ര ഇരുണ്ട മുഖമാണെങ്കിലും നല്ലപോലെ വെളുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് പറ്റാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് അതിന് പകരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഗി പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ റാഗിപ്പൊടി ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് പാക്കറ്റായിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഞാൻ റാഗി വാങ്ങിയിട്ട് കഴുകി ഉണക്കിയിട്ട് മിക്സിയിൽ തന്നെ ഇട്ട് പൊടിക്കുകയാണ് ചെയ്തത് കേട്ടോ. നമുക്ക് 1 കിലോനൊക്കെ വാങ്ങി നമ്മൾ പൊടിച്ച് വെച്ച് പറഞ്ഞാൽ കുറേ കാലത്തേക്കായി. ഞാനിപ്പോൾ 2 കിലോ വാങ്ങി ഉണക്കി പൊടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കുറുക്കി കഴിക്കുന്നുണ്ട്. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇങ്ങനെയുള്ളത് എന്തെങ്കിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മുഖത്ത് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം, സൺസ്ക്രീൻ ഉപയോഗിക്കണം പകലെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പറ്റണ പോലെയൊക്കെ നിങ്ങളൊന്ന് കഴിക്കുന്നത് നല്ലതാണ്. മധുരം പരമാവധി നിങ്ങൾ ഒഴിവാക്കുക, പഞ്ചസാര പരമാവധി ഒഴിവാക്കുക. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അതിൻ്റെ റിസൾട്ട് നല്ലപോലെ കാണുന്നുണ്ട്. ധാരാളം വെള്ളം കുടിച്ച് സൺസ്ക്രീൻ ഉപയോഗിച്ച് പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരു മാസം ഇതൊന്ന് ചെയ്ത് നോക്ക്.
നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നമ്പർ കിട്ടുകയെന്ന് വെച്ചാൽ വിളിച്ചിട്ട് നിങ്ങൾ പറയും എന്തൊരു അതിശയിപ്പിക്കുന്ന ഒരു പാക്കാണ് എന്നുള്ളത്. കാരണം അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ പറയണത്. ആദ്യമൊക്കെ തേക്കിയായിരുന്നു. പിന്നെ കുറേ ആയിട്ട് നമ്മൾ വേറെ പല ക്രീമുകൾ പാക്കുകളിൽ പിന്നാലെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്നും തേക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഈ പാക്ക് ഞാൻ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടില്ലല്ലോ, ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയതാണല്ലോ പറഞ്ഞിട്ട് ഇപ്പം ഞാനൊരിത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇത് ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ എൻ്റെ മുഖം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നതാണ്. ഉറപ്പ് ഞാൻ പറയുകയാണ്, എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ കരിമങ്കല്യം കൂടുതലാണ്, പിഗ്മെൻറ്റേഷൻ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് മെലാസ്മയ്ക്കൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ വേറൊരു സാധനം കൂടി ചേർക്കണം. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി. നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അല്ല നിങ്ങളുടെ അടുത്ത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഉണ്ടല്ലോ, പൊട്ടറ്റോ എന്താ പറയുക ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ആ ഒരു സ്റ്റാർച്ച് ഊറിപ്പോവും. അപ്പോൾ ആ തെളി നിങ്ങൾ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആ സ്റ്റാർച്ച് ഉണ്ടല്ലോ അത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൊട്ടറ്റോ സ്റ്റാർച്ച് ഒന്നും ചേർത്തില്ല. എൻ്റെ അടുത്ത് ഓൾറെഡി എന്താ പറയുക ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതാവുമ്പോൾ പെട്ടെന്ന് എളുപ്പമാണല്ലോ, എല്ലാവർക്കും അതിൻ്റേതായ ആ ഒരു ഗ്ലോ പെട്ടെന്ന് മുഖത്ത് കിട്ടാൻ ഇത് നല്ലപോലെ സഹായിക്കും. ഞാനിത് ചേർക്കാൻ പറയണത് ഒരുപാട് നിങ്ങൾക്ക് കരിമങ്കല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കഴിഞ്ഞാലും നിങ്ങളുടെ മുഖത്തെ കരിമങ്കല്യം എത്ര കഠിനമായിട്ടുള്ളതാണെന്ന് വെച്ചാലും അത് മെല്ലെ ലൈറ്റായി വന്നിട്ട് അത് പൂർണ്ണമായി മാറും. അതിൻ്റെ ഒപ്പം തന്നെ മുഖം നല്ലപോലെ വെളുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇത് ബാക്കിയുള്ളത് കയ്യിലിട്ടുണ്ടായിരുന്നു. ഫേസെത്തി നല്ലപോലെ ഉണങ്ങി. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് വെള്ളം തൊട്ട് നനച്ചത് 1 മിനിറ്റ് ഒരു മസാജ് കൊടുക്കുക, അതിന് ശേഷം കഴുകി കളയുക. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലോ ആണിത്. പെട്ടെന്ന് ടാന് മാറും. കൈ കണ്ടോ, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ടാന് മാറി കിട്ടും. പെട്ടെന്ന് നമുക്ക് സ്കിന്നൊന്ന് നല്ലപോലെ കളർ വന്നതായിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ തോന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഞാനിതാ ഫേസിലേക്ക് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരികയാണ്. പാടുകളൊക്കെ നല്ലപോലെ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി പാക്ക് പറഞ്ഞാൽ നല്ല അടിപൊളി പാക്കാണ്. എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. എത്ര മുഖത്തിന് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുഖത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരും. വെളുത്തങ്ങോട്ട് പാറുമെന്നല്ല പറയണത്, എന്നാലും നമുക്ക് നമ്മുടെ ആ ഒരു കളർ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് 1-2 ഷെയ്ഡൊന്ന് കൂടി കിട്ടും കേട്ടോ. അത്രയും നല്ല റിസൾട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.